ഓം ശ്രീ ശാരദാംബികായേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം, തൃപ്പാദ ജയം. ഇന്നത്തെ എൻ്റെ പ്രഭാഷണ വിഷയം ശ്രീ ജടാധാരി സ്വാമികൾ എന്നതാണ്. ഗുരുദേവ തൃപ്പാദങ്ങളുടെ അന്തേവാസി പദം സ്വയം വരിച്ച് തിരുവനന്തപുരത്തെ കുളത്തൂർ വച്ച് സമാധി അടഞ്ഞ ശ്രീ ജടാധാരി സ്വാമികൾ അവിടത്തുകാരായ ആളുകൾക്ക് മാത്രം പരിചിതനായ ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയില് വർക്കല താലൂക്കിലുള്ള കെടാകുളം എന്ന ഒരു പ്രദേശമാണ്. ഇവിടെ എൻ്റെ വീടിന്റെ സമീപത്തായി ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ചെറുകര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ജടാധാരി സ്വാമികളാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്വാമികളെ കുറിച്ച് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല, കേട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്വാമികളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി. അപ്പം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ എന്നെ സഹായിക്കുന്നത് ശ്രീ ജി പ്രിയദർശനൻ സാറാണ്. അങ്ങനെ ലഭിച്ച കുറച്ച് വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക മാത്രമാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രഭാഷണം എന്ന നിലയിലൊന്നും കാണേണ്ടതില്ല. ഈ ജടാധാരി സ്വാമികളുടെ ജന്മദേശം മാവേലിക്കരയാണ്. ശങ്കരൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് 2 സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. മോശമല്ലാത്ത ഒരു കുടുംബസ്ഥിതിയും ആയിരുന്നു. അദ്ദേഹത്തിന് 3 കാരണവന്മാരുണ്ടായിരുന്നതിൽ ഒരാൾ മർമ്മശാസ്ത്ര വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ശങ്കരൻ നായരും ആ വിഷയത്തില് പരിജ്ഞാനം നേടി. അക്കാലത്ത് ഒരു നാട്ടാശാന് വേണ്ട വൈദുഷ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായും സാഹസികനായും ഒക്കെ ജീവിക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. കുടുംബകാര്യങ്ങളൊന്നും നോക്കി നടത്താൻ അദ്ദേഹത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ പേരില് മൂത്ത കാരണവരുമായി ഇദ്ദേഹത്തിന് ഇടയേണ്ടി വന്നു. അതിനാൽ തൻ്റെ ചിലവിനുള്ള തുക സ്വയം സമ്പാദിക്കുകയും സ്വയം പാചകം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്യാൻ ആരംഭിച്ചു. ഒരു വീട്ടില് പ്രത്യേകം അങ്ങനെ അരിവെച്ചുണ്ണുന്നത് പഴയ കാരണവന്മാരാരും അനുവദിച്ചു കൊടുക്കുകയില്ലല്ലോ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ മാതുലനും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരു ദിവസം ഇദ്ദേഹം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോറുപാത്രവും എല്ലാം കൂടി കാരണവർ എടുത്ത് ദൂരെ എറിഞ്ഞു. ശങ്കരൻ നായർ പക്ഷേ അമ്മാവനോട് വഴക്കിനൊന്നും നിന്നില്ല. മരണം വരെ ഈ വീട്ടിൽ കാലുകത്തുകയില്ലെന്ന് മണ്ണിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് കുടുംബത്തിൽ നിന്നിറങ്ങി. അടുത്ത ഒരു ബന്ധുവിന്റെ പറമ്പില് ഒരു പള്ളിപ്പുര തീർത്ത് എഴുത്താശാനായി അവിടെ തുടർന്നു. ആ പുരയുടെ തന്നെ ഒരു മൂല പാചകത്തിനും ഉറക്കത്തിനുമൊക്കെയായി ശരിയാക്കിയെടുത്തു. പക്ഷെ ദിനചര്യയിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തി. ഭക്ഷണം വളരെ കുറച്ചു. അത് തന്നെ ഒരു നേരമാക്കി. പിന്നെ ഭാഗവത പാരായണം പതിവായി. വലിയ പാണ്ഡിത്യമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അന്നത്തെ ഒരു നാട്ടാശാന് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ അത്ര വലിയ പാണ്ഡിത്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം വായിക്കുമ്പോൾ തെറ്റുകൾ വരുമായിരുന്നു. ഇദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ ഉറക്കെ അങ്ങ് പാരായണം ചെയ്യും. ശ്രോതാക്കളായ ചില ചെറുപ്പക്കാർ, അത്യാവശ്യം അറിവൊക്കെ ഉള്ളവർ ഇദ്ദേഹത്തെ ഇത് പറഞ്ഞ് കളിയാക്കുവാൻ തുടങ്ങി.
ഈ പള്ളിപ്പുര നിന്ന പറമ്പിന്റെ ഉടമസ്ഥരിൽ ഒരാളാണ് ഈ കളിയാക്കലിന്റെ പ്രധാനി. അപ്പൊ ഇദ്ദേഹം തെറ്റി വായിച്ച വാക്കുകളും വരികളുമൊക്കെ ഇദ്ദേഹം കേൾക്കെ തന്നെ പലപ്പോഴും അവർ പാടി നടന്നു. ഈ ശങ്കരൻ നായർ സ്വതവേ ഒരു കോപശീലക്കാരനാണ്. പക്ഷെ എങ്കിലും അദ്ദേഹം കുറെ ക്ഷമിച്ചു. കാരണം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇവരുടെ ഔദാരത്തിലൊക്കെ ആണല്ലോ കഴിയുന്നത്. അതുകൊണ്ട് കുറെ ക്ഷമിച്ചു. എന്നിട്ട് അയാളെ നേരിട്ട് തന്നെ വിളിച്ച് ഉപദേശിച്ചു. ഫലമില്ലാതായപ്പോൾ അയാളുടെ സ്നേഹിതരെ കൊണ്ടും അയാളുടെ മാതാപിതാക്കളെ കൊണ്ടും ഒക്കെ പറയിച്ചു നോക്കി. ഒരു രക്ഷയുണ്ടായില്ലെന്ന് മാത്രമല്ല, ശല്യം നാൾക്കുനാൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. ഒടുവില് അദ്ദേഹം താൻ പഠിച്ച മർമ്മശാസ്ത്ര വിദ്യ ഉപയോഗിച്ച് ശത്രുവിനെ അങ്ങ് നേരിട്ടു. ശങ്കരൻ നായരുടെ വിരലുകള് ശത്രു ശരീരത്തിൽ ഉദ്ദേശിച്ചെടുത്ത് തന്നെ ഏറ്റു. പിറ്റേന്ന് പുലർച്ചെ ശങ്കരൻ നായർ കേട്ടത് തന്റെ ശത്രുവിന്റെ രോഗവിവരമായിരുന്നു. അയാളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് ശങ്കരൻ നായർക്ക് അറിയാം. അതിനാൽ അത് സംഭവിക്കും മുൻപേ ആ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ നേരത്തെ തന്നെ കുടുംബമുക്തി നേടിയ ശങ്കരൻ നായർ ജന്മദേശവുമായുള്ള ബന്ധവും വിട്ടു. അന്ന് അവിടെ നിന്ന് മുങ്ങിയ ശങ്കരൻ നായരെ ആ നാട്ടുകാരും പിന്നെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ വളരെ കാലം കഴിഞ്ഞു. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ശേഷം ആകൃതിക്കും പ്രകൃതിക്കുമൊക്കെ മാറ്റം വന്ന വിധത്തില് കുളത്തൂരില് ഉദയം ചെയ്തു. അത് ശങ്കരൻ നായരായല്ല, ജടാധാരി സ്വാമികൾ എന്ന പേരിലായിരുന്നു. മറ്റൊരു പേര് കൂടിയുണ്ട്, അത് പറയാം. ആ പേര് തികച്ചും അന്വർത്ഥമായിരുന്നു അത്രേ. അദ്ദേഹം നല്ല ഉയരമൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ആഹാരമൊക്കെ വളരെ കുറച്ചത് കാരണം ശരീരമൊക്കെ ശോഷിച്ച് പോയി. ആ തീരെ ശോഷിച്ച ശരീരത്തില് ഈ ജടാഭാരം അതൊരു 2 അടി പൊക്കം വരുമെന്നാണ് പറയുന്നത്. ഒരു ഊക്കൻ കരിമ്പടക്കെട്ട് പോലെ ഉച്ചിയിൽ അങ്ങനെ ഉയർന്നു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. കാഷായമാണ് വേഷം. ഒരു 50 വയസ്സെങ്കിലും കഴിയും. കയ്യില് ഒരു ഭാണ്ഡവും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ കരിമ്പടക്കെട്ട് പോലുള്ള ജഡയാണ് അദ്ദേഹത്തിന് ജടാധാരി സ്വാമികൾ എന്ന പേര് കൊടുത്തത്. ആ പേരാരാണോ കൊടുത്തതെന്നൊന്നും അറിയില്ല. ആരാണെങ്കിലും അത് വളരെ അന്വർത്ഥമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്തെത്തിയാല് കഞ്ചാവിന്റെ കടുത്ത ഗന്ധമുണ്ടായിരുന്നത്രേ. അതുകൊണ്ട് കഞ്ചാവ് സ്വാമി എന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. ഇനി കുളത്തൂരിലുള്ള പണയിൽ വീട്ടിൽ ഉമ്മിണി എന്നയാളുടെ അതിഥിയായാണ് അവിടെ എത്തിയത്, കുളത്തൂര് എത്തിയത്. പക്ഷെ അവിടം വിട്ട് പിന്നീട് അദ്ദേഹം എങ്ങോട്ടും പോവുകയുണ്ടായില്ല. അദ്ദേഹത്തെ പറഞ്ഞയക്കുവാൻ എന്തുകൊണ്ടോ ആ കാരണവർക്കും മനസ്സു വന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആ വീട്ടിൽ തുടരുന്നതിൽ സ്വാമികൾക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടെന്ന് കാരണവർ മനസ്സിലാക്കി. കാരണം അവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ള വീടായിരിക്കുമല്ലോ. അത് സ്വാമിക്ക് അസൗകര്യമായി വേറൊരിടത്തേക്ക് മാറ്റി. അതൊരു പഴയ ഭവനമാണ് എങ്കിലും അത് ഈ കാരണവരുടെ തന്നെ വകയാണ്. അവിടെ താമസിച്ചിരുന്നത് ഈ കാരണവരുടെ അനന്തരവനായിരുന്നു. അദ്ദേഹം സന്യാസി കൊച്ചപ്പി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, ഈ അനന്തരവൻ. അദ്ദേഹവും സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. വേറെ കുടുംബവും പ്രാരാബ്ധവും ഒന്നുമില്ല. അപ്പൊ അദ്ദേഹവും ഒത്തുള്ള താമസം സ്വാമിക്ക് കൂടുതൽ രമ്യമായി തോന്നി. സ്വാമിക്കാണെങ്കിൽ ഒരു അല്പ സ്ഥലമേ വേണ്ടൂ, കിടക്കാനും ആഹാരം പാചകം ചെയ്ത് കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരല്പ സ്ഥലം മാത്രം. പക്ഷെ അവിടെ വളരെ വൃത്തി ഉണ്ടായിരിക്കണം എന്ന കാര്യം വളരെ നിർബന്ധവുമാണ്. ഭക്ഷണം പേരിന് മാത്രമേ വേണ്ടൂ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ ശീലം
സ്വാമിക്ക് ഒരു നിത്യശത്രുവിനെ നൽകി, കഠിനമായ വയറുവേദന. അത് സമാധി വരെയും സ്വാമിക്ക് മോചനം കൊടുത്തിട്ടേയില്ല. അതിന് പരിഹാരമായി കണ്ടുപിടിച്ച മരുന്നുകളാണ് കഞ്ചാവും കറുപ്പും ചാരായവും. കഞ്ചാവ് എപ്പോഴും വേണം, അത് തന്നെയാണ് മുഖ്യ ആഹാരം. അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിനുള്ളിൽ കഞ്ചാവ് പൊതികളും ഒരു ഭാഗവത ഗ്രന്ഥവും ആറന്മുള കണ്ണാടിയില് എണ്ണച്ചായം കൊണ്ടെഴുതിയ ചെറിയൊരു ബാലഗണപതി ചിത്രവും ചില പൂജാ പാത്രങ്ങളും ഒക്കെയാണ് ആ ഭാണ്ഡത്തിനകത്ത് ഉണ്ടായിരുന്നത്. എവിടെ താമസിച്ചാലും ശരി, ത്രിസന്ധ്യയ്ക്ക് ഒരു പൂജ നിർബന്ധമാണ്. ഭാഗവത പാരായണവും വല്ലപ്പോഴും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം. വളരെ സംഭാഷണ പ്രിയനായിരുന്നു. എത്ര നേരം ഉച്ചത്തിൽ സംസാരിച്ചാലും ഒരു ക്ഷീണവുമില്ല. പക്ഷെ പഴയ ശുണ്ഠിയുണ്ടല്ലോ, അത് ഒന്നുകൂടി വർദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആരോടും ചണ്ട കൂടും. പക്ഷെ എത്ര വേഗം ചൂട് പിടിച്ചോ അത്ര വേഗം തണുക്കുകയും ചെയ്യും. കോപത്തിനിരയായ ആളെ അടുത്ത നിമിഷത്തില് പങ്കി പങ്കി എന്ന് അലിവോടെ വിളിച്ച് സമാധാനിപ്പിക്കും. അത്രയ്ക്ക് ശുദ്ധ ഹൃദയനായിരുന്നു. ക്രമേണ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രകൃതം മനസ്സിലായി തുടങ്ങി. ആദ്യം അകന്നു നിന്നവർ അടുത്തു തുടങ്ങി. അപവാദം പറഞ്ഞു നടന്നിരുന്നവർ പുകഴ്ത്താൻ തുടങ്ങി. അതിന് കാരണം മറ്റൊന്നുമല്ല, സ്വാമികൾ നല്ലൊരു വൈദ്യനായിരുന്നു. വൈദ്യശാസ്ത്രം പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അദ്ദേഹം നല്ലൊരു ചികിത്സകനായിരുന്നു. മന്ത്രതന്ത്രാദികളിലും സമർത്ഥൻ. ഈ നിലകളില് അദ്ദേഹത്തെ പലർക്കും ആവശ്യമായി വന്നു. സന്ദർശകരുടെ സംഖ്യ പെരുകിയതിനാൽ വീണ്ടും അദ്ദേഹത്തെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. കാരണവരുടെ തന്നെ ഭാര്യ കുടുംബം വക കെട്ടിടം, പെരുവലത്തും മോട് വീട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. സാമാന്യം വലിയൊരു വീടായിരുന്നു. വനപ്രദേശമുള്ള ഒരു കുന്നിന് സമീപമായതിനാൽ വളരെ ശാന്തസുന്ദരമായ പരിസരം. പൂജ, ചികിത്സ, മന്ത്രവാദം, സ്വയം പാചകം ഇതെല്ലാം ഒന്നുകൂടി അങ്ങ് വികസിപ്പിച്ചു. നാട്ടുകാർക്ക് അദ്ദേഹം കൂടുതൽ ഉപകാരിയായി മാറി. ആളുകൾ സ്വന്തം പറമ്പുകളിൽ നിന്ന് ഓരോ മൂട് തെങ്ങ് സ്വാമികൾക്ക് അനുഭവം എടുക്കുന്നതിനായി വിട്ടുകൊടുത്തു. അപ്പോ നാട്ടുകാരുമായി സ്വാമി അത്രമേൽ നല്ലൊരു ബന്ധത്തിലായി. ഏതാണ്ട് ഈ സമയത്താണ് ജടാധാരി സ്വാമികൾ ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെടുന്നത്. ഗുരുതൃപാദങ്ങൾ കുളത്തൂരെത്തിയാൽ കോലത്തങ്കര ക്ഷേത്ര പരിസരത്താണല്ലോ വിശ്രമിച്ചിരുന്നത്. അതിന് നേരെ പടിഞ്ഞാറേ കരയിലായിരുന്നു ജടാധാരി സ്വാമികളുടെ വാസം. അതിനാൽ അവർക്ക് തമ്മിൽ സന്ദർശനത്തിന് വളരെ സൗകര്യമായിരുന്നു. അവർ തമ്മിൽ വളരെ വേഗം ഇണങ്ങുകയും ചെയ്തു. ഗുരുവിനേക്കാൾ 10-15 വയസ്സിന്റെ മൂപ്പ് ഉണ്ട്. എങ്കിലും സ്വാമി എന്നേ തൃപ്പാദങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നുള്ളൂ. പാവം പാവം എന്ന് അദ്ദേഹത്തെ കുറിച്ച് ഇടയ്ക്കിടെ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നത്രേ. സ്വാമികൾക്ക് തൃപ്പാദങ്ങളിലുള്ള ഭക്തി നിസീമമായിരുന്നു, ഒപ്പം ഭയവും ഉണ്ടായിരുന്നു. തൃപ്പാദങ്ങളെ ശുശ്രൂഷിച്ച് തൃപ്തിപ്പെടുത്തുന്നതിൽ സദാ ജാഗരൂകനായിരുന്നു. എങ്കിലും പലപ്പോഴും പല കാര്യങ്ങൾക്കും ഭഗവാനോടും കയർക്കും. അവിടുന്ന് പുഞ്ചിരിക്കുകയേ ഉള്ളൂ. ഗുരുവുമായുള്ള സമ്പർക്കം മൂലം പല മാറ്റങ്ങളും ജടാധാരി സ്വാമികളിൽ കണ്ടു തുടങ്ങി. ഭക്ഷണത്തിന്റെ അളവ് കൂടി. മദ്യപാനം നിശേഷം നീങ്ങി. വയറു വേദനിക്കുമ്പോൾ മാത്രം അല്പം കഞ്ചാവ് കുടിച്ചുകൊള്ളാൻ ഗുരു തന്നെ അനുവദിച്ചു കൊടുത്തു. ഗുരുവുമായുള്ള സഹവാസം വന്നപ്പോൾ തന്നെ സ്വാമികൾക്ക് നാട്ടിലൊരു നിലയും വിലയും ഒക്കെ വന്നു.
ഗുരുതൃപ്പാദങ്ങൾ വേനൽക്കാലങ്ങളിലെല്ലാം കുളത്തൂരെത്തും. കോലത്തുകര ക്ഷേത്രത്തിൽ വിശ്രമിക്കും. എന്നാൽ ഉച്ചയ്ക്ക് മുൻപ് പെരുവിലത്ത് മൂട്ടിലേക്ക് തൃപ്പാദങ്ങൾ പോകും. ഉച്ചയൂണ് അവിടെയാണ്. ഈ ജടാധാരി സ്വാമികൾ തന്നെയാണ് പാചകം. ശുദ്ധിയുടെ കാര്യത്തിലും തൃപ്പാദങ്ങളെ പോലെ തന്നെയായിരുന്നു ഈ സ്വാമികൾ. ഇദ്ദേഹം തന്നെയാണ് ഗുരുവിനെ വിളമ്പി കൂട്ടുന്നതും. നന്നായി ഉണ്ടില്ലെങ്കിൽ ശാസിക്കുകയും ചെയ്യും. വെയിലൊക്കെ ആറുമ്പോൾ രണ്ട് സ്വാമിമാരും കൂടി അക്കരയ്ക്ക് പോകും. മൂവന്തിയാകുമ്പോൾ ഈ ജടാധാരി സ്വാമികൾ മാത്രം സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങും. കുളത്തൂരിൽ നിന്നും തൃപ്പാദങ്ങൾ പോകുന്നത് വരെയും ഇതുതന്നെ തുടരും. ഗുരുവും ശിഷ്യനും ഒരു ദിവസം കോലത്തുങ്കര വിശ്രമിക്കുമ്പോൾ ഗുരു അന്വേഷിച്ചു, സ്വാമിക്ക് ഈ ഇലങ്കത്തിൽ വിശ്രമിക്കരുതോ എന്ന്. കൽപ്പനയുണ്ടെങ്കിൽ ആവാമെന്ന് ശിഷ്യൻ മറുപടിയിൽ പറഞ്ഞു. ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായിരുന്നു ഗുരു ചൂണ്ടിക്കാണിച്ച ഇലങ്ക. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഗണപതിയുടെ. ഇലങ്കത്തിന് കോലത്തുങ്കര ക്ഷേത്രത്തെക്കാൾ പഴക്കമുണ്ട്. ജനങ്ങൾ എന്തുകൊണ്ടോ ആ സമയത്ത് ഈ ഇലങ്കത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല. കെട്ടിടം മേയാറുമില്ല. ഭിത്തികളുടെ ശക്തി നിമിത്തം അസ്ഥിപഞ്ജരം പോലെ അതങ്ങനെ നിന്നു. സമീപത്തെല്ലാം മുൾച്ചെടികളും കുറ്റിക്കാടും ഒക്കെ നിറഞ്ഞിരുന്നു. ഗുരുവിന്റെ കൽപ്പന പ്രകാരം കാടൊക്കെ പെട്ടെന്ന് നീങ്ങി. ഇലങ്കത്തിന് ഒരു പുനരുദ്ധാരണം തന്നെ നടന്നു എന്ന് പറയാം. ജടാധാരി സ്വാമികൾ ഇലങ്കത്തിലേക്ക് താമസം മാറി. ഇലങ്കത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് സ്വാമിയെ ഏറെ സന്തോഷിപ്പിച്ചു. തന്റെ കൈവശം ഉണ്ടായിരുന്ന ഗണപതി ചിത്രവും അതിനടുത്ത് തന്നെ വെച്ച് പൂജയും തുടങ്ങി. ജനങ്ങളും വീണ്ടും ഭക്തിപൂർവം അവിടേക്ക് വരാൻ തുടങ്ങി. ജടാധാരി സ്വാമികൾ ഇലങ്കത്തിന്റെ സ്വാമിയായാണ് പിന്നീട് അറിയപ്പെട്ടത്. അദ്ദേഹം സമാധി വരെയും അവിടെ തന്നെയാണ് കഴിഞ്ഞുകൂടിയത്. താമസം കോലത്തുങ്കര ക്ഷേത്ര പരിസരത്തായതോടുകൂടി സ്വാമിയുടെ ചികിത്സാ പാടവം ധാരാളം പേരെ അനുഗ്രഹിച്ചു. പല നല്ല വൈദ്യന്മാരും സംശയ നിവാരണത്തിന് സ്വാമികളെയാണ് സമീപിച്ചിരുന്നത്. ശാസ്ത്രീയ തത്വങ്ങളെ മുൻനിർത്തി വാദപ്രതിവാദത്തിനൊന്നും അദ്ദേഹം തയ്യാറല്ലെങ്കിലും ഈ വിഷയത്തില് തികഞ്ഞ പരിജ്ഞാനം അജ്ഞാതവാസക്കാലത്ത് അദ്ദേഹം നേടിയിരുന്നു. മരുന്നുകൾ തയ്യാറാക്കുകയും ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി തന്നെ അസാധാരണമായിരുന്നു എന്നാണ് മറ്റു വൈദ്യന്മാർ പറഞ്ഞിരുന്നത്. പല്ലുവേദനയുമായി ചെല്ലുന്ന ഒരാളോട് തെങ്ങിന്റെ പിഞ്ച് വേരിട്ട് തിളപ്പിച്ച് വെന്ത വെള്ളം കവിളിൽ കൊള്ളാൻ പറയും. മറ്റൊരാളോട് ഇതേ അസുഖത്തിന് പറയുന്നത് ചാണകത്തിലൊക്കെ കാണാറുള്ള കുണ്ടുളപ്പുഴു ഉണ്ടല്ലോ, അതിന് വെന്ത വെള്ളം കവിൾ കൊള്ളാനാണ്. രണ്ടും ഫലപ്രദമാവുകയും ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സയുടെ രീതി. ഇനി അടുത്തുള്ള വേളിമല, അവിടെ കൂടെ പോകുമായിരുന്നു. വേളിമല അന്ന് വനനിബിഡവും ദുഷ്ടമൃഗങ്ങളുടെ സങ്കേതവുമായിരുന്നു. മലയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു. അതിന്റെ കിഴക്ക് ഭാഗം ചെന്ന് അവസാനിക്കുന്നിടത്ത് ഒരു വലിയ ദ്വാരവും ഉണ്ടായിരുന്നു. ആ ഗുഹയും ദുഷ്ടമൃഗങ്ങൾ വിഹരിച്ചിരുന്ന ഇടമെന്നാണ് പറയപ്പെടുന്നത്. സ്വാമികള് അടിവാരത്തുള്ള പടിഞ്ഞാറേ ദ്വാരം വഴി കയറുകയും ഏറെ കഴിഞ്ഞ് മടങ്ങുകയും ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു അനുചരനെ കൂടെ കൂട്ടി ആണ് വെളിമലയിലേക്ക് പോയത്. അയാളെ ഗുഹാമുഖത്ത് നിർത്തിയിട്ട് പറഞ്ഞു, താൻ തിരികെ വരാൻ എത്ര വൈകിയാലും അകത്തേക്ക് കയറരുതെന്ന്. പക്ഷെ അയാൾ കാത്തു നിന്ന് ക്ഷമ നശിച്ചപ്പോൾ അകത്തേക്ക് കയറി നോക്കി.
അവിടെ എങ്ങും ആരെയും കാണാത്തതിനാൽ അല്പം മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു കൂട്ടം കാട്ടുതുമ്പികൾ അദ്ദേഹത്തെ ആക്രമിച്ചു. അയാൾ ഉറക്കെ നിലവിളിച്ചു. സ്വാമി എത്തി അയാളെ ശാസിച്ചതിന് ശേഷം വീണ്ടും ഗുഹയ്ക്ക് പുറത്തു കൊണ്ട് നിർത്തിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് കയറിപ്പോകരുതെന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. ഏറെ സമയം കഴിഞ്ഞ് സ്വാമി തിരികെ വന്ന് അനുചരനെയും കൂട്ടി മടങ്ങിപ്പോയി. പക്ഷെ അവിടെ എത്തിയത് എന്തിനാണെന്നും പോയതെന്തിനാണെന്നും അനുചരന് മനസ്സിലായില്ല. എന്നാൽ തൃപ്പാദങ്ങളുടെ അടുത്ത കുളത്തൂർ യാത്രയില് അവിടുന്ന് ജടാധാരി സ്വാമികളോട് ചോദിച്ചു, വേളിമലയിൽ പോകുന്നത് എന്തിനാണെന്ന്. ജടാധാരി സ്വാമി മിണ്ടാതെ കുറ്റമേറ്റ മട്ടിൽ നിന്നു. മേലാൽ ആ കാര്യത്തിനായി അങ്ങോട്ട് പോകരുതെന്ന് ഗുരു ആജ്ഞാപിച്ചു. അദ്ദേഹം ആ ശാസന ശിരസാ വഹിച്ചു. സ്വാമികൾക്ക് ചെമ്പിന് സ്വർണമാക്കുന്ന വിദ്യ വശമുണ്ടായിരുന്നു. അതിനുള്ള പച്ചമരുന്ന് തേടിയാണ് അവിടെ പോയിരുന്നത്. ആ ഘട്ടത്തിൽ പരിശ്രമം പൂർണ്ണ വിജയം കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വർണം കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നിറം മങ്ങി വന്നിരുന്നു. നിറം മങ്ങി പോകാതിരിക്കുന്നതിനുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൃപ്പാദങ്ങൾ അത് തടഞ്ഞത്. അങ്ങനെ സ്വാമികളുടെ വേൾമല കയറ്റം നിന്നു. ഇനി സ്വാമികളുടെ ഭീമാകാരമായ ഈ ജഡാഭാരം അദ്ദേഹത്തിനെ വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ദിവസവും കുളിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മേല് കഴുകൽ മാത്രമായിരുന്നു പതിവ്. ആഴ്ചയിൽ ഒരിക്കലേ തല കുളിക്കാറുള്ളൂ. അതിന് തന്നെ ഏതാനും പേരുടെ സഹായവും വേണ്ടിയിരുന്നു. നെല്ലിക്ക, രാമച്ചം തുടങ്ങിയവയിട്ട് വലിയ കുട്ടുകത്തില് വെള്ളം തിളപ്പിച്ച് തണുപ്പിക്കും. പായ നിരത്തിയിട്ട് ഈ ജടയെ അതിലഴിച്ച് ഇടും. എന്നിട്ട് മറ്റുള്ളവരുടെ സഹായത്താൽ ആദ്യം ജടയെ കുളിപ്പിക്കും. പിന്നീട് സ്വാമിയും കുളിക്കും. എന്നിട്ട് വെയിലത്ത് കിടക്കും, ഈ ജട ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഒടുവില് ജടയൊക്കെ വെള്ളം കളഞ്ഞു തൂർത്തിയൊക്കെ എടുത്ത് പുതിയ ഭസ്മമൊക്കെ പുരട്ടി യഥാസ്ഥാനത്ത് കെട്ടിപ്പൊക്കി വയ്ക്കും. ഇത് വല്ലപ്പോഴുമാണ് ചെയ്യുന്നതെങ്കിലും യാതൊരു ദുർഗന്ധവും ജടയ്ക്കോ ശരീരത്തിനോ ഉണ്ടായിരുന്നില്ല എന്നാണ് അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഒരു പരിമളം പരത്തിയിരുന്നു എന്നാണ് പറയുന്നത്. തൃപ്പാദങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിഴൽ എന്ന പോലെ ആ സന്നിധിയിൽ ഉണ്ടാകും സ്വാമികൾ. സകല കാര്യങ്ങളുടെയും ചുമതല തനിക്കാണെന്ന മട്ടില്. ശ്രീരാമന്റെ സമീപത്ത് ഹനുമാൻ എന്ന പോലെ എന്നാണ് കുളത്തൂർ നിവാസികൾ പറയുന്നത്. ഉച്ചയൂണ് കഴിഞ്ഞുള്ള ഭാഗവത പാരായണം അപ്പോഴും തുടരുന്നുണ്ട്. ആ സമയത്ത് ആരെങ്കിലും ചിരിച്ചാൽ പഴയ പോലെ ദുർവാസാവായി മാറും. സന്ധ്യയ്ക്ക് ഏറെ നേരം ധ്യാനനിരതനായിട്ടിരിക്കും. വലിയ ദാനശീലനുമായിരുന്നു. ആര് ലങ്കത്ത് ചെന്നാലും എന്തെങ്കിലും കൊടുക്കാതെ വിടില്ല. ഉണ്ണിയപ്പം, പായസം തുടങ്ങിയവയൊക്കെ എപ്പോഴും ഉണ്ടാകും. അതിനൊക്കെ അസാധ്യ രുചിയുമായിരിക്കും. ഇലങ്കത്തിലെ ഗണപതിയിലും ആളുകൾക്ക് വിശ്വാസം വർദ്ധിച്ചു. പൂജയ്ക്ക് കയറിയാൽ ഗജാനനോട് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കും. പൂജ മുറയ്ക്ക് നടക്കുകയും ചെയ്യും. ഈ സമയം വാതിൽ ബന്ധിച്ചിരിക്കും. ഒരു ദിവസം വാതിൽ ബന്ധിക്കാൻ മറന്നുപോയതായിരിക്കാം, അത് നന്നായി അടഞ്ഞിരുന്നില്ല. വൈദ്യശാസ്ത്ര സംബന്ധമായ സംശയ നിവാരണത്തിനായി ഗുരുദേവ ശിഷ്യനായ ശ്രീ വേലു വൈദ്യർ സ്വാമിയെ കാണാനെത്തി. വൈദ്യർ പൂജാമുറിയുടെ മുൻപിലെത്തി അകത്തെ ചടങ്ങുകൾ നോക്കി ഭക്തിപൂർവം നിന്നു. പായസം പകർന്ന് നിവേദിക്കുകയായിരുന്നു സ്വാമികൾ. എന്നിട്ട് അഭ്യർത്ഥനാസ്വരത്തിൽ പറയുന്നു, അല്പം ഭക്ഷിക്കാമല്ലോ എന്ന്. വൈദ്യൻ നോക്കുമ്പോൾ ഗണേശ വിഗ്രഹത്തിന്റെ തുമ്പിക്കരം ചലിക്കുന്നു.
പായസ നിവേദ്യത്തിന്റെ മുകളിലൂടെ അതിൽ തൊടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. വൈദ്യർ വിസ്മയ വിവശനായി നിന്നു. പൂജ കഴിഞ്ഞിറങ്ങുമ്പോഴാണ് സ്വാമി വൈദ്യരെ കാണുന്നത്. പങ്കി ഇതെല്ലാം കണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പുറത്താരോടും പറയണ്ട എന്ന് കൽപ്പനയും കൊടുത്തു. ചേർത്തലക്കാരിയായ ഒരു വൃദ്ധ വയറുവേദനയ്ക്ക് പലയിടത്തും ചികിത്സ തേടി സുഖപ്പെടാതെ സ്വാമിയുടെ സമീപത്തെത്തി. സ്വാമിയുടെ ചികിത്സയിൽ സുഖം പ്രാപിച്ചു. അവർ തിരികെ പോകാതെ അവിടെ ഒരു അടിച്ചു തളിക്കാരിയായി കഴിഞ്ഞുകൂടി. സ്വാമിയുടെ ആജ്ഞയനുസരിച്ച് പൂജാമുറിയിൽ മൂവന്തിക്ക് വിളക്ക് വയ്ക്കും. ഒരു ദിവസം സ്വാമി കുളിക്കുവാൻ വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നു. വിളക്ക് കത്തിക്കുന്ന ജോലി വൃദ്ധയെ ഏൽപ്പിച്ചിരുന്നു. മറ്റെന്തോ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അവർ വിളക്ക് വയ്ക്കാൻ വൈകി. വിളക്ക് വയ്ക്കാൻ മുറി തുറന്നപ്പോൾ ഒരു ഭീകര സത്വം കയ്യുമോങ്ങി നിൽക്കുന്നു. ആ പാവം നിലവിളി കൂട്ടി. സ്വാമികൾക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഇരുന്നിടത്തിരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു, തെറ്റാർക്കും പറ്റും, മാറി നിന്നു കൊടുക്കണം, വിളക്ക് കത്തിക്കട്ടെ എന്ന്. എന്നാൽ എത്ര നിർബന്ധിച്ചിട്ടും ആ സ്ത്രീ പോയില്ല, പേടിച്ചിട്ട്. അതിനാൽ സ്വാമി അവിടെ നിന്ന് എഴുന്നേറ്റ് പരിഭവം പറഞ്ഞു, അല്പം വെള്ളം ചൂടാക്കി ദേഹം കഴുകാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ആരെയെങ്കിലും സഹായത്തിന് വെച്ചാൽ അവരെ തല്ലാൻ നിൽക്കും. ഇനി ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് പോയി. അത്ര പ്രത്യക്ഷമായിരുന്നു ജടാധാരി സ്വാമികൾക്ക് ഗജമുഖൻ. സ്വാമികൾക്ക് എല്ലായ്പ്പോഴും കഞ്ചാവ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പൊതികൾ എപ്പോഴും തയ്യാറാക്കി വച്ചിരിക്കും. ഇലങ്കത്തിൽ ധാരാളം എലികൾ ഉണ്ടായിരുന്നു. ഗണപതിയുടെ വാസസ്ഥലം കൂടിയാണല്ലോ. പലപ്പോഴും കഞ്ചാവ് പൊതികൾ കാണാതെയാവും. ആദ്യമൊന്നും സ്വാമി അതത്ര കാര്യമാക്കിയില്ല. ഒരു ദിവസം അദ്ദേഹം കോപത്തോടെ തളത്തിലിരുന്ന് ഗർജിച്ചു. രാമ എന്ന് വിളിച്ചപ്പോൾ ഒരു എലി ഓടി വന്ന് വിറച്ചു നിന്നു. നീ കുറ്റക്കാരനല്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ എലിക്കുട്ടൻ ഓടിപ്പോയി. അടുത്ത അട്ടഹാസം കൃഷ്ണ എന്നായിരുന്നു. മറ്റൊരു നിരപരാധി പാഞ്ഞെത്തി. അതിനെയും മോചിപ്പിച്ചു. ഇങ്ങനെ ഏതാനും പേർ വരികയും പോവുകയും ചെയ്തു. ഒടുവിൽ അന്നത്തെ കള്ളനെത്തി. ഈർക്കിൽ കൊണ്ട് തറയിൽ ഉറക്ക തല്ലിയ ശേഷം ഗർജിച്ചു, കഞ്ചാവ് പൊതി ഉടൻ ഹാജരാക്കാൻ. ആ പാവം പാഞ്ഞുപോയി ഒരു കഞ്ചാവ് പൊതിയുമായി വന്നു. അതവിടെ വച്ച് വിറച്ചുകൊണ്ട് മാറി നിന്നു. അതിനെ ചെവിയിൽ തൂക്കിയെടുത്ത് കുറെ വഴക്കു പറഞ്ഞ ശേഷം ഈർക്കിൽ കൊണ്ട് ചെറിയ 2-3 അടിയും കൊടുത്തിട്ട് ഇനി മേലിൽ കഞ്ചാവ് മോഷ്ടിക്കരുതെന്ന് താക്കീതും നൽകി വിട്ടു. പിന്നീട് ഒരിക്കലും എലികൾ കഞ്ചാവ് പൊതികളിൽ കൈവച്ചിട്ടില്ലത്രേ. ഇതൊക്കെ ഇപ്പോഴും കുളത്തൂര ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്ന കഥകളാണ്. ഇതിനിടയിൽ എപ്പോഴാണ് സ്വാമികൾ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതെന്നോ എത്ര ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടോ എന്ന് ഒന്നും കൃത്യമായി അറിയില്ല. കുളത്തൂർ പി നീലകണ്ഠൻ എന്ന ഒരു സ്വാമി ഭക്തനിൽ നിന്നാണ് അതേക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ സ്വാമിക്ക് വിദേശങ്ങളിലൊക്കെ ധാരാളം പരിചയക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 30ഓളം കൊല്ലം അദ്ദേഹം കുളത്തൂരിനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ തന്നെ ജീവിച്ചു. ആ നാട്ടിലെ നായർ ഈഴവ കുടുംബങ്ങളുടെ എല്ലാം ആതിഥ്യം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. വൃത്തിയുടെ കാര്യത്തിൽ മാത്രം നിർബന്ധ ബുദ്ധിയായിരുന്നു. ഒരിക്കൽ ഒരു നായർ ഭവനത്തിൽ ചെന്നപ്പോൾ കാച്ചിൽ പുഴുങ്ങി കൊടുക്കാൻ തുടങ്ങി. അവിടുത്തെ ഒരമ്മ ചമ്മന്തി തയ്യാറാക്കുന്നതിനിടയിൽ എന്തോ ഒരു വാക്ക് സംസാരിച്ചു. സ്വാമി ഉടൻ അടുത്ത് ചെന്ന് അത് വടിപ്പിച്ചിട്ട് കല്ല് കഴുകി വേറെ ചമ്മന്തി അരപ്പിച്ചു. അരയ്ക്കുമ്പോൾ ഉരിയാടരുതെന്ന് ശാസിക്കുകയും ചെയ്തു.
അതുപോലെ ആ നാട്ടിലെ പൊതുകാര്യങ്ങളിലെല്ലാം സ്വാമി പങ്കുചേർന്നിരുന്നു. ഒരിക്കൽ വസൂരി രോഗം വന്ന് മരിച്ച ഒരാളെ ക്ഷേത്രത്തിനടുത്തുള്ള പറമ്പിൽ കുഴിച്ചിട്ടു. ഇതറിഞ്ഞ തൃപ്പാദങ്ങൾ അത് തോണ്ടിയെടുപ്പിച്ചു. കുറെ കാലം കഴിഞ്ഞ് അതിന്റെ ഉടമസ്ഥരിൽ ഒരാൾ അവിടെ വീട് വെച്ചു. തൃപ്പാദങ്ങൾ അവിടെ ചെന്ന് അനുഗ്രഹിച്ച ശേഷമേ താമസിക്കൂ എന്ന് ഗൃഹനാഥന് നിർബന്ധം. എന്നാൽ തൃപ്പാദങ്ങൾ അതിൽ വൈമുഖ്യം കാണിച്ചു. പലരെ കൊണ്ടും പറയിപ്പിച്ചു നോക്കി, രക്ഷയുണ്ടായില്ല. ഒടുവിൽ അയാൾ ജടാധാരി സ്വാമിയെ സമീപിച്ചു. ഒരു ദിവസം തൃപ്പാദങ്ങൾ ഇലങ്കത്തിലെത്തി ഭക്ഷണം കഴിച്ച ശേഷമുള്ള അവരുടെ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ സ്വാമികൾ തൃപ്പാദങ്ങളോട് ചോദിച്ചു, പണ്ടത്തെ മഹർഷിമാർ ശപിക്കുകയേ ഉള്ളോ ശാപമോക്ഷവും കൊടുക്കുമോ എന്ന്. രണ്ടുമുണ്ടായിരുന്നോ എന്ന് തൃപ്പാദങ്ങൾ. അങ്ങനെയാണെങ്കിൽ വെളിവിളാകത്ത് വേലുവിന്റെ കൂട്ടർക്ക് ശാപമോക്ഷം കൊടുക്കാത്തത് എന്താണ്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വേലയ്ക്ക് ഫലമുണ്ടോ? സ്വാമികളുടെ അധികാരത്തോടെയുള്ള ചോദ്യം അവസാനിച്ചതും തൃപ്പാദങ്ങൾ എഴുന്നേറ്റ് ആ പുതുഭവനത്തിലേക്ക് നടന്നു. അവിടെ എത്തി അനുഗ്രഹിച്ചു. ഗൃഹനാഥൻ സന്തുഷ്ടനുമായി. സ്വാമികൾ താമസിച്ചിരുന്ന ഇലങ്കം അനവധി അംഗങ്ങൾ അടങ്ങിയ ഒരു വലിയ കുടുംബത്തിന്റെ പൊതുവകയാണ്. അതിലൊരാൾ അതിന്റെ അഹങ്കാരത്തോടെയാണ് സ്വാമിയെ എപ്പോഴും സമീപിച്ചിരുന്നത്. എന്നാൽ തന്നോട് അവിടെ താമസിക്കാൻ കൽപ്പിച്ചത് തൃപ്പാദങ്ങളായതുകൊണ്ട് അതൊന്നും വകവച്ചില്ല. എന്നാൽ ഒരിക്കൽ അയാൾ സ്വാമിയെ അടിക്കുവാൻ കാലും മടക്കി അടുത്തു. സ്വാമി തന്നെ അവിടെ താമസിക്കാൻ കൽപ്പിച്ച ഗുരുവിനെ കുറ്റപ്പെടുത്തി പിന്മാറുകയാണ് ഉണ്ടായത്. എന്നാൽ അടിക്കാൻ മടക്കിയ കാൽ പിന്നെ ഒരിക്കലും നിവർന്നിട്ടില്ലത്രേ. ആരോ വഴി സ്വാമികൾ കുളത്തൂരുണ്ടെന്നറിഞ്ഞ് ഏക സഹോദരി, ആദ്യം പറഞ്ഞിരുന്നല്ലോ ഒരു സഹോദരിയും 2 സഹോദരന്മാരുമാണ് ഉണ്ടായിരുന്നതെന്ന്, അതിലെ സഹോദരി സ്വാമികളെ കാണാൻ ചെന്നു. ആരുടെയും കരളലിയിക്കുന്ന രംഗമായിരുന്നോ അത് എന്ന് പറയുന്നു. 2 പേരും കണ്ണീർ വാർത്തു. 2-3 ദിവസം അവർ അവിടെ താമസിച്ചു. തിരിച്ചു പോകുമ്പോൾ ചില സംഭാവനകളും കൊടുത്താണ് അയച്ചത്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ആ വൃദ്ധ വീണ്ടും ചെന്നു. അത് സ്വാമിക്ക് ഇഷ്ടമായില്ല. നീരസം പരസ്യമായി പ്രകടിപ്പിച്ചു. വീണ്ടും ചെല്ലരുതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അത് സ്വാമികളുടെ സമാധിക്ക് കുറച്ചു നാൾ മാത്രം മുമ്പായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ഗുരുവിന്റെ ആഗമനമുണ്ടായി. മടങ്ങിപ്പോയത് ജലമാർഗമായിരുന്നു. ഗുരു വള്ളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ സ്വാമികൾ പെട്ടെന്ന് തൃപ്പാദ സന്നിധിയിലെത്തി. ജഡാഗ്രം ഗുരുപാദങ്ങളിൽ തൊട്ടുകൊണ്ട് പ്രണമിച്ചു. ഇനിയും ജീവിതഭാരം ചുമക്കാൻ മേല, യാത്രയ്ക്ക് അനുവാദം തന്ന് അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ഇത് കണ്ടു നിന്നവരെല്ലാം കണ്ണീർ വാർത്തു. തൃപ്പാദങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ജടയിൽ ഇടത് കൈകൊണ്ട് പിടിച്ചുയർത്തി. കാലമായില്ല, അല്പം കൂടെ ക്ഷമിക്കണം എന്ന് കൽപ്പിച്ചു. വള്ളം വടക്കോട്ട് പോവുകയും ചെയ്തു. താമസിയാതെ സ്വാമികളെ ക്ഷീണം ബാധിച്ചു തുടങ്ങി. അത് ക്രമേണ വർദ്ധിച്ചു. അദ്ദേഹം അന്ത്യയാത്രയ്ക്ക് തയ്യാറായി. സ്വാമിയുടെ ജഡ ഈ ഘട്ടത്തിൽ വേർപെട്ടു പോവുകയും ചെയ്തു. ഇലങ്കത്തിന് തെക്ക് വശത്ത് സാമാന്യം വലിയ ഒരു സമാധി മന്ദിരം ഉടലെടുത്തു. അതിൽ തന്റെ ഉപാസനാമൂർത്തിയായ ഗണനാഥനെ പ്രതിഷ്ഠിക്കണമെന്ന് തീർച്ചയാക്കി. ഇവയ്ക്കെല്ലാം വേണ്ട സാമഗ്രികൾ തയ്യാറായി. ചെലവ് മുഴുവൻ അദ്ദേഹം വഹിച്ചു. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ചിലവുകൾക്കുള്ളതും കരുതി വെച്ചുകൊണ്ട് സ്വാമി ശാന്തനായി കഴിയും. ആ ഇടയ്ക്ക് തൃപ്പാദങ്ങൾ കുളത്തൂരെത്തി. സമാധി മന്ദിരം കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കൽപ്പിച്ചു, തനിക്കുള്ള കുഴി താൻ തന്നെ കുഴിക്കാറുണ്ടോ എന്ന്. താമസിയാതെ അദ്ദേഹം കിടപ്പിലായി.
രോഗമൊന്നും പ്രത്യക്ഷമായില്ല, ക്ഷീണം മാത്രം. തൃപ്പാദങ്ങളെ ഒരിക്കൽ കൂടി കണ്ടുകൊണ്ട് സമാധി അടയണമെന്ന് ആഗ്രഹിച്ചു. 2 ഭക്തന്മാർ ശിവഗിരിയിലേക്ക് പാഞ്ഞു. തൃപ്പാദങ്ങൾ ഉടനെ യാത്രയായില്ല. വൈകുന്നേരം വള്ളത്തിൽ പോകാമെന്ന് കൽപ്പിച്ചു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. കൃത്യസമയം തന്നെ പുറപ്പെട്ടു. പാലം കഴിഞ്ഞ് റോഡിലെത്തിയപ്പോൾ അവിടുന്ന് സ്വയം കൽപ്പിച്ചു, പോയവർ പോയി, മറ്റുള്ളവർ എന്തിനു ബുദ്ധിമുട്ടുന്നു എന്ന്. വള്ളത്തിനടുത്തെത്തി പരിശോധിച്ച ശേഷം ശുദ്ധമല്ലെന്ന് അനുചരന്മാരെ ധരിപ്പിച്ചു. യാത്ര പിറ്റേ ദിവസത്തേക്ക് മാറ്റി. അടുത്ത പ്രഭാതത്തിൽ ഗുരുവിനെ ദർശിച്ചപ്പോൾ ഗുരു അരുളി, ജടാധാരി പൊയ്പോയി, കമ്പിയുണ്ടായിരുന്നു. സമാധി കർമ്മവും പ്രതിഷ്ഠയും നടത്തുവാൻ അപ്പോൾ തന്നെ ശ്രീ വേലപ്പൻ തന്ത്രിയെ കുളത്തൂരേക്ക് അയക്കുകയും ചെയ്തു. തൃപ്പാദങ്ങൾ ചില അനുചരന്മാരോടൊപ്പം വൈകുന്നേരത്തെ തീവണ്ടിയിൽ സ്ഥലത്തെത്തി. അപ്പോൾ സമാധി കർമ്മങ്ങൾ നടക്കുകയായിരുന്നു. അവിടുന്ന് കൃത്യ സ്ഥലത്ത് ചെന്നതും ചടങ്ങുകൾ അവസാനിച്ചു. യഥാസമയം പ്രതിഷ്ഠ നടക്കുകയും ചെയ്തു. പ്രതിഷ്ഠ നിർവഹിച്ച ശേഷം കൽപ്പിച്ചു, കൊള്ളാം, മുട്ടുകയില്ല. അടുത്ത പ്രഭാതത്തിൽ തൃപ്പാദങ്ങൾ ശാസന കൊടുത്തു, ഇലങ്കം പൊളിക്കുവാൻ. പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു കൽപ്പിക്കുന്നു, തറ മുഴുവൻ കിളച്ചു നോക്കണം, പാവം നമുക്ക് വല്ലതും വച്ചിരിക്കുമെന്ന്. വലിയൊരു ജനസഞ്ചയത്തിന്റെ സാന്നിധ്യത്തിൽ അതും ആരംഭിച്ചു. ബ്രിട്ടീഷ് വെള്ളിരൂപ നിറച്ചു വച്ചിരുന്ന ഏതാനും ചെറു ഭരണികൾ കണ്ടെത്തി. ആ നിധി നേരിട്ട് സമർപ്പിക്കാൻ സ്വാമി ആശിച്ചിരുന്നിരിക്കണം. ജാതിഭേദം കൂടാതെ സകലരുടെയും ആരാധനാപാത്രമായിരുന്ന ആ ഭാഗ്യവാൻ അങ്ങനെ 1098 കർക്കിടകത്തിൽ പരമപദം പ്രാപിച്ചു. അദ്ദേഹം തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച ഭഗവാൻ ഗണപതി ഇന്നും ഭക്തലോകത്തെ അനുഗ്രഹിച്ചരുളുന്നുണ്ട്. ആ വിഘ്നേശ്വരന്റെയും ജടാധാരി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും പാദങ്ങളിൽ എൻ്റെ ഈ എളിയ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ടും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. അതുപോലെ എനിക്ക് ഈ അവസരം തന്ന സ്മൈൽ സാധന ട്രസ്റ്റ്, സ്മൈലിന്റെ രക്ഷാധികാരിയായ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, ആചാര്യശ്രേഷ്ഠരായ പ്രബോധതീർത്ഥ സ്വാമികൾ, വിഷ്ണുപ്രിയാനന്ദപുരി മാതാജി, മറ്റ് ഗുരുശ്രേഷ്ഠർ, സാരഥികളായ ബെൻസാർ സാർ, തന്നി ടീച്ചർ, അനീഷ് ജി, മറ്റ് അണിയറ പ്രവർത്തകർ, എന്നെ ശ്രദ്ധയോടെ ശ്രവിച്ചവർ, പ്രാർത്ഥന ചൊല്ലിയ സുനിതാജി, സ്വാഗതം ആശംസിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. തൃപ്പാദ ജയം.